അപ്പോൾ ഇന്ന് വേണ്ട 2 പിലോപ്പിയാണ് വാങ്ങിച്ചേക്കണത് കേട്ടോ. ഒരു വലുത് ഒരു ചെറുതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് മുറിച്ച് ഇതൊക്കെ എടുക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ട് ഞാനിത് വാങ്ങിക്കാറില്ല സത്യത്തിൽ. അതിനുവേണ്ടി ഇതേ കത്തിയും കടാരിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ മീൻ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചൊക്കെ എടുക്കട്ടെ. അപ്പോൾ മീനൊക്കെ വേണ്ട മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ റോസ്റ്റ് ചെയ്യാനാ പോണേട്ടാ, ചാറൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സവാള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, തക്കാളി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. 2 സവാള നന്നായിട്ട് വഴന്നിട്ട് ഉപ്പിട്ട വഴറ്റിയേക്കണേ കേട്ടോ. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തീയിൽ അവിടെ കിടന്ന് സെറ്റ് ആവണം കേട്ടോ. നല്ല വഴന്ന് നല്ല ഗ്രേവി ആവണം. ഈ ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ അതിൻ്റെ ഗ്രേവി നല്ല സെറ്റായിട്ടുണ്ട്. നിങ്ങൾ മുളകിടുമ്പോൾ ഇതേപോലെ ഇട്ടാൽ മതി കേട്ടോ. മുളകിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് ചെറിയ തേയിലുണ്ട്. ആ ചട്ടിയിലൊന്നും പിടിച്ചിട്ടില്ല, ഒന്നുമില്ല. നല്ല സൂപ്പറായിട്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വാളംപുളിയാണ് ഞാൻ ഒഴിക്കണം കേട്ടോ. വാളംപുളി തന്നെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട, ഈ പുളിയുടെ വെള്ളം മാത്രം മതി. ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത്രയുള്ള പരിപാടി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഈ മീൻ ഇവിടെ ഞങ്ങൾ വാങ്ങിക്കാറില്ല കേട്ടോ. അധികം ഇഷ്ടമല്ല മീൻ. ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതല്ലേ ചാറ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ മീനിങ്ങനെ മുങ്ങിക്കിടക്കണം, അത്രയേ ഉള്ളൂ. അവിടെ കിടന്നത് അടിപൊളിയായിട്ട് പറ്റട്ടെ. ചെറിയ തീ കിടന്ന മീനൊന്ന് പറ്റട്ടെ, അത്രയേ ഉള്ളൂ. ചാറ് പറ്റുമ്പോൾ റെഡിയാവും. അപ്പോൾ വേണ്ടേ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി.